56,000 രൂപയാണ് എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത്. ബാലൻസ് ഇൻ ദ സെൻസ് ബാലൻസ് അത് തന്നെ. കറക്റ്റ് അത്രയും പൈസയും കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. കാരണം വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം എല്ലാം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പുതിയൊരു സിറ്റിയിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. പക്ഷെ എനിക്ക് ഈ ഒരു ടൈമിൽ മനസ്സിലാവുന്ന കാര്യമാണ് നമ്മൾ എത്രത്തോളം പൈസ സേവ് ചെയ്യുന്നതിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. കാരണം ഒരു 30 വയസ്സൊക്കെ ആയിട്ടും ഞാൻ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് 10-22 വയസ്സുള്ളവരൊക്കെ റെഡിറ്റിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് എന്താണ് ഏർലി റിട്ടയർമെന്റിനെ കുറിച്ചും എല്ലാം പറയുന്നത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഇത്ര പ്രായമായിട്ടും പൈസ മര്യാദയ്ക്ക് സേവ് ചെയ്യോ ആവശ്യത്തിന് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സേവിങ്സ് നൗ ആൻഡ് ദെൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ എടുത്തിട്ടുണ്ട്. ആവശ്യങ്ങൾ ഇൻ ദ സെൻസ് എമർജൻസി ആവശ്യങ്ങൾ മാത്രമല്ല, ചില കാര്യങ്ങൾക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പോലും തിരിച്ചെടുക്കുന്ന സ്വഭാവമൊക്കെ എനിക്ക് ശരിക്കുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂടി കൊണ്ടാണ് സത്യം പറഞ്ഞ ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം. പക്ഷെ അതിന് നമുക്ക് പാരലലി ഒരു ജോലി മാത്രമേ ഉള്ളൂ. ജോലി ഡിപ്പെൻഡ് ചെയ്യുക ഈ ഒരു ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം. അതുകൊണ്ട് അധികം പ്ലാൻ ചെയ്യാനോ സ്വപ്നങ്ങൾ കാണാനൊന്നും പറ്റൂല. കാരണം അപ്പോൾ വീണ്ടും ഒരു സൈഡിൽ ഇൻവെസ്റ്റ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതായി പോകും. നമുക്കൊന്നും ഈ ഒരു ജനറേഷനിൽ അങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല അല്ലേ. അതായത് സ്കൂളിലോ കോളേജിലൊക്കെ ആയിരുന്നെങ്കിലും ഒന്നും നമ്മുടെ അടുത്ത് ആരും കാശിന്റെ കാര്യമൊന്നും ഉണ്ടാറില്ല. നല്ലോണം പഠിക്കുക ജോലി നേടുക എന്നൊക്കെ പറയാറുള്ളൂ. പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഉള്ള പൈസേനെ നമ്മൾ പതിയെ അതിന്റെ വാല്യൂ കൂട്ടാനോ ഇൻക്രീസ് ചെയ്യാനോ നോക്കണമെന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ തന്നെ യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം കണ്ടും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചും വേണം ഇതൊക്കെ ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് നമ്മുടെ ജനറേഷനിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഇനി ഉള്ള ജനറേഷനിൽ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ചും കൂടി കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആയിരിക്കും. സോ ഞാൻ ഈ ഒരു എമൗണ്ടിന്റെ കാര്യം തന്നെ കറക്റ്റ് എടുത്ത് പറഞ്ഞത് അത് കറക്റ്റ് ആയതുകൊണ്ടാണ്. അതിനേക്കാളും എത്രയോ മുകളിൽ സമ്പാദ്യം ഉള്ള നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരുണ്ടാവും. എന്നാൽ ചിലപ്പോൾ ഇത്രയും പോലും ഇല്ലാതെ നമ്മളെക്കാളും പ്രായം കൂടിയവരുണ്ടാവാം. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഉണ്ടാവാം എന്ന് തോന്നുന്നു. സോ ഏതൊരു സ്റ്റേജിലാണെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ നിന്ന് വീണ്ടും വർക്ക് ചെയ്ത് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു സ്റ്റേജിൽ കൂടി വേറെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. വി ആർ നോട്ട് അലോൺ. യു ആർ നോട്ട് അലോൺ. ലൈക്ക് ഐ ആം നോട്ട് അലോൺ.